എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. സംസ്ഥാനത്ത് ഒരു വർഷത്തിനിടെ 6 ബാറുകൾക്ക് അനുമതി. ലൈസൻസ് കിട്ടിയത് 5 സ്റ്റാറായി മാറിയ ഹോട്ടലുകൾക്ക്. സ്വാഭാവിക നടപടിയെന്നും ഉമ്മൻചാണ്ടി. പൂച്ചുപുറത്തായെന്ന് VS. ലൈസൻസ് നൽകിയതിൽ തെറ്റുണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് VM സുധീരൻ. പുതിയ ബാർ തുറക്കുന്നതാണോ UDFന്റെ നയമെന്ന് പിണറായി. ആറ്റിങ്ങൽ ഇരട്ട കൊലപാതക കേസിൽ 1-ാം പ്രതി നിനോ മാത്യുവിന് വധശിക്ഷ. അനുശാന്തിക്ക് ഇരട്ട ജീവപര്യന്തം, 50 ലക്ഷം വീതം പിഴയും. സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ കൂട്ടുനിന്ന അനുശാന്തി മാതൃത്വത്തിന് അപമാനം. എത്ര സുഗന്ധദ്രവ്യം കൊണ്ട് കഴുകിയാലും പാപത്തിന്റെ ദുർഗന്ധം മാറില്ല. പോലീസിന് കോടതിയുടെ പ്രശംസയും സർക്കാരിന്റെ പാരിതോഷികവും. പൊതുക്ഷേത്രമായ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം വിലക്കാനാകില്ലെന്ന് ആമിക്കസ് ക്യൂറി സുപ്രീം കോടതിയിൽ. വിലക്ക് നിയമപരമായി നിലനിൽക്കില്ല. ലിംഗസമത്വം ഭരണഘടനയുടെ അടിസ്ഥാന തത്വമെന്ന് സുപ്രീം കോടതി. ഏതെങ്കിലും മതത്തിനായി ഇളവില്ല. ബിജു രമേശിന്റെ കെട്ടിടങ്ങൾ പൊളിക്കണമെന്ന നിലപാടിൽ ഉറച്ച സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ. രാജധാനി ബിൽഡിംഗിന്റെ ചില ഭാഗങ്ങൾ പൊളിക്കണം. നിർമ്മാണം തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിന് കാരണമാകുന്നു. ഉത്തരാഖണ്ഡിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ കേന്ദ്രത്തെ ചോദ്യം ചെയ്ത് ഹൈക്കോടതി. തെരഞ്ഞെടുപ്പെട്ട സർക്കാരിനെ മറിച്ചിട്ടത് എന്തിന്? ഗവർണർ കേന്ദ്ര സർക്കാരിന്റെ ഏജന്റല്ല. ഗുജറാത്തിനെ പ്രക്ഷുബ്ധമാക്കി വീണ്ടും പട്ടേൽ സമരം. സംസ്ഥാനത്ത് മദ്യനിരോധന പ്രഖ്യാപനത്തിനിടയിലും ഒരു വർഷത്തിനുള്ളിൽ പുതുതായി 6 ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് അനുവദിച്ചു. 5 സ്റ്റാറായി ഉയർത്തപ്പെട്ട ഹോട്ടലുകൾക്കാണ് പുതുതായി ബാർ ലൈസൻസ് അനുവദിച്ചത്. 10 5 സ്റ്റാർ ഹോട്ടലുകൾ കൂടി പുതിയ ബാർ ലൈസൻസിന് സർക്കാരിനെ സമീപിച്ചിട്ടുമുണ്ട്. ഘട്ടം ഘട്ടമായി മദ്യനിരോധനം നടപ്പാക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിക്കുന്നതിനിടയിലാണ് മറുഭാഗത്ത് 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് നൽകുന്നത്. 2015 ഏപ്രിലിന് ശേഷം 6 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് എക്സൈസ് വകുപ്പ് ബാർ ലൈസൻസ് അനുവദിച്ചു. കൊച്ചി ക്രൗൺ പ്ലാസ, ആലുവ ഡയാന ഹൈറ്റ്സ്, ആലപ്പുഴ ഹോട്ടൽ റമദ, തൃശൂർ ജോയ്സ് പാലസ്, വയനാട്ടിലെ വൈത്തിരി വില്ലേജ് റിസോർട്ട്, നെടുമ്പാശ്ശേരി സാജർത്ത് റിസോർട്ട് എന്നിവയ്ക്കാണ് പുതുതായി ലൈസൻസ് ലഭിച്ചത്. ഇതിൽ 2 പേർ കോടതി വിധി വഴി ലൈസൻസ് സമ്പാദിച്ചവരാണ്. നേരത്തെ 4 സ്റ്റാർ ലൈസൻസ് ഉള്ള പലരും 5 സ്റ്റാറായി നിലവാരം ഉയർത്തിയ ശേഷമാണ് ലൈസൻസ് സംഘടിപ്പിച്ചത്. ഇതോടെ നേരത്തെയുള്ള 23 5 സ്റ്റാർ ബാറുകൾ എന്നത് 29 ഉയർന്നു. 5 സ്റ്റാറായി ഉയർത്തപ്പെട്ട 10 ഹോട്ടലുകൾ കൂടി ബാർ ലൈസൻസിനായി സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് എന്ന നയം തുടരുന്ന സാഹചര്യത്തിൽ ഇവയ്ക്കും ലൈസൻസ് കിട്ടാനാണ് സാധ്യത. അതേസമയം നേരത്തെ 2-3 സ്റ്റാർ ക്ലാസിഫിക്കേഷൻ ലഭിച്ചിരുന്ന 66 ഹോട്ടലുകൾ നിലവാരം വർദ്ധിപ്പിച്ച് 4 സ്റ്റാറായി മാറി. ഇവരിൽ പലരും 5 സ്റ്റാറായി ഉയർത്താനുള്ള നീക്കവും തുടങ്ങിയിട്ടുണ്ട്. അതായത് 5 സ്റ്റാർ ഹോട്ടലുകളിലൂടെ മദ്യലഭ്യത വർദ്ധിക്കുമെന്ന് ചുരുക്കം. എന്നാൽ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് അനുവദിച്ചതിൽ തെറ്റില്ലെന്ന് മുഖ്യമന്ത്രി വാർത്തയോട് പ്രതികരിച്ചു. UDFന്റെ നയമനുസരിച്ചാണ് ബാർ ലൈസൻസ് അനുവദിച്ചത്. ഇതിനെ രൂക്ഷമായിട്ട് വിമർശിച്ച ഇടതുപക്ഷത്തിനും ഇന്നിപ്പോൾ ഈ നയത്തിലേക്ക് തിരിച്ചു വരേണ്ട ഒരു സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ അവർ വ്യത്യസ്തമായ പല കാര്യങ്ങളാണ് പറഞ്ഞത്. മദ്യവർജനമാണ് അവരുടെ നയമെന്ന് പറഞ്ഞു. മദ്യവർജനം ഒരു നയമല്ല, അതൊരു ഉപദേശമാണ്. ഒരു ഉപദേശം കൊടുക്കുക, മദ്യം ഉപയോഗിക്കരുത്, മദ്യം വിഷമാണ് എന്നുള്ളതാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം, കണ്ണൂർ. 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് പുതുതായി ബാർ ലൈസൻസ് നൽകിയിട്ടുണ്ടെങ്കിൽ പുനഃപരിശോധിക്കുമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. മദ്യനയത്തിൽ വെള്ളം ചേർക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് സുധീരൻ കൊല്ലത്ത് പറഞ്ഞു. അത് പരിശോധിക്കും. അതിനുശേഷം പക്ഷേ ഒരു കാരണവശാലും മദ്യനയത്തിൽ വെള്ളം ചേർക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ആലോചനയും ഇല്ല. മദ്യനയം അതിൻ്റേതായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ഈ കാര്യത്തിൽ എന്താണെന്നുള്ളത് പരിശോധിച്ചതിന് ശേഷം പിന്നീട് പറയാം. ഞാനത് യാത്രയിലായതുകൊണ്ട് രാവിലെ മുതൽ യാത്രയിലാണ്, അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. തീർച്ചയായും അത് പരിശോധിക്കും. ലൈസൻസ് നൽകാനുള്ള തീരുമാനത്തിലൂടെ സർക്കാരിന്റെ പൂച്ചുപുറത്തായെന്ന് VS അച്യുതാനന്ദൻ. സമ്പൂർണ്ണ മദ്യനിരോധനം എന്നത് ആളെ പറ്റിക്കൽ നയമാണ്. പൂട്ടിയ ബാറുകളെല്ലാം 5 സ്റ്റാർ ആക്കിയാൽ ലൈസൻസ് നൽകാമെന്നാണ് ഉമ്മൻചാണ്ടിയുടെ പ്രഖ്യാപനം. മുതലാളിമാരുടെ കയ്യിൽ നിന്ന് കോഴ വാങ്ങിയാണ് ലൈസൻസ് നൽകുന്നത്. ഇത് കേരളീയരെ വിഡ്ഢികളാക്കുന്ന നടപടിയാണെന്ന് VS പ്രസ്താവനയിൽ പറഞ്ഞു. ഈ ചർച്ചയിൽ ഫാദർ ജിമ്മി പൂച്ചക്കാട്ട്, അദ്ദേഹം സിറോ മലബാർ സഭയുടെ വക്താവാണ്. കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന് അഡ്വക്കേറ്റ് PM മുഹമ്മദ് റിയാസ് CPIM, B രാധാകൃഷ്ണ മേനോൻ BJP, അഡ്വക്കേറ്റ് അനിൽ ബോസ് കോൺഗ്രസ്. ബാർ ഉടമകളെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യം ശ്രീ അനിൽ ബോസ്, സമ്പൂർണ്ണ മദ്യനിരോധനമാണ് UDF മറ്റന്നാൾ പ്രകടന പത്രികയിൽ പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ മദ്യനയം മദ്യലഭ്യത കുറച്ചുകൊണ്ടുവന്നിരിക്കുന്നു, ഞങ്ങൾ മാതൃക കാട്ടിയിരിക്കുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് വേദികളിൽ UDF നേതാക്കൾ പ്രഘോഷിക്കുന്നത്. ഇതാ പുതുതായി 6 ബാറുകൾ കൂടി ഈ സർക്കാർ തുറന്നു കൊടുത്തിരിക്കുന്നു. ഈ വാചകമടിയും നടപടിയും തമ്മിൽ എങ്ങനെ ചേർന്ന് പോകും? നിലവിൽ കേൾക്കാൻ പറഞ്ഞോളൂ.
നിലവിൽ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള മദ്യനയത്തിൽ വെള്ളം ചേർക്കുന്ന തരത്തിലുള്ള യാതൊരു കാര്യവും ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടില്ല. നിലവിൽ കേരളത്തിലെ 712 ബാറുകൾ നിർത്തലാക്കുകയും ഓരോ വർഷവും ഘട്ടം ഘട്ടമായി 10% ബിവറേജ് ഔട്ട്ലെറ്റുകൾ നിർത്തുകയും ചെയ്യുക എന്നതാണ് ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത നയം. എന്നാൽ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് അനുമതി കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. 5 സ്റ്റാർ ഹോട്ടലുകൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ നിലവിൽ പ്രവർത്തിക്കുന്ന 5 സ്റ്റാർ ഹോട്ടലുകളോടൊപ്പം കോടതിയിൽ പോയി വന്നിട്ടുള്ള 5 സ്റ്റാർ നിലവാരത്തിലുള്ള ബാറുകൾ കൂടി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 6 ബാറുകൾക്ക് ലൈസൻസ് അനുവദിച്ചിട്ടുള്ളത്. ഇത് എങ്ങനെ മദ്യനയത്തിൽ വെള്ളം ചേർത്തു എന്ന് എങ്ങനെ പറയാൻ കഴിയും? അല്ല, മദ്യനയത്തിൽ വെള്ളം ചേർത്തു എന്ന് പറഞ്ഞില്ല. മദ്യനയത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. അഡ്വക്കേറ്റ് അനിൽ, ഇവിടെ 3 സ്റ്റാർ ആയിരുന്ന ബാറുകൾ 5 സ്റ്റാർ ആയി അപ്ഗ്രേഡ് ചെയ്ത് ലൈസൻസ് വാങ്ങുന്നു. ഇനി കൂടുതൽ ബാറുകൾ ആ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ പല 4 സ്റ്റാർ 3 സ്റ്റാർ ബാറുകളും 5 സ്റ്റാർ ആകുമ്പോൾ 5 സ്റ്റാർ ബാറുകളുടെ എണ്ണം കൂടുകയാണ്. സംസ്ഥാനത്തെ മദ്യലഭ്യതയ്ക്ക് ഒരു കുറവും ഉണ്ടാകുന്നില്ല. ഈ കൊട്ടിഘോഷിക്കുന്ന നയത്തിന്റെ പ്രയോജനം എന്താണെന്നുള്ളതാണ് പ്രശ്നം. അല്ലല്ല, അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. അങ്ങനെ അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകുന്നത് ശരിയല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ആകമാനം മാതൃകയാക്കാൻ പോകുന്ന വലിയ ഒരു നടപടിയാണ് കേരളത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ തമിഴ്നാട് അടക്കമുള്ള മറ്റു സംസ്ഥാന ഗവൺമെൻറ്റുകളും കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് വെച്ച മദ്യനയം മാതൃകയാക്കുന്ന ഒരു സമീപനമാണ് ഇന്ന് ഇന്ത്യ ആകമാനം ചർച്ച ചെയ്യപ്പെടുന്നത്. അല്ല, അഡ്വക്കേറ്റ് അനിൽ ബോസ്, 5 സ്റ്റാർ ബാറുകൾക്ക് ലൈസൻസ് എന്താണ് ഈ മദ്യനയം കൊണ്ടുണ്ടായ പ്രയോജനം എന്ന് പറയൂ. അങ്ങനെയാണെങ്കിലല്ലേ ആ നയത്തെ മാതൃകയാക്കിയിട്ട് കാര്യമുള്ളൂ. കേരളത്തിൽ മദ്യലഭ്യത കുറഞ്ഞിട്ടില്ല. 2, കേരളത്തിൽ മദ്യക്കച്ചവടം കുറഞ്ഞിട്ടില്ല, കൂടുകയാണ് ഉണ്ടായത്. ഈ കൊട്ടിഘോഷിക്കുന്ന മദ്യനയം കൊണ്ടുള്ള പ്രയോജനം എന്താണ് കേരളീയർക്ക് ഈ നയം കൊണ്ട് കിട്ടിയത്? അല്ല, കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങളിലും മദ്യത്തിന്റെ വിപത്ത് മൂലം ദുരിതം അനുഭവിച്ചിട്ടുള്ള കുടുംബങ്ങളിൽ സമാധാനാന്തരീക്ഷമുണ്ടായി. അതുപോലെ തന്നെ റോഡുകളിൽ ദൈനംദിനം മദ്യത്തിന്റെ ഉപയോഗം മൂലം ഉണ്ടായിക്കൊണ്ടിരുന്ന നിരവധിയായിട്ടുള്ള വാഹന അപകടങ്ങൾ ഒഴിവായി കിട്ടി. ഇതൊന്നും ചെറിയ കാര്യമായി ആരും കാണേണ്ടതില്ല. അല്ല, ഇതിന്റെ കണക്ക് രാഷ്ട്രീയ പ്രസ്താവനയാണ്. കേരളത്തിൽ മദ്യക്കച്ചവടം കുറഞ്ഞിരുന്നുവെങ്കിൽ, കേരളത്തിൽ മദ്യലഭ്യത കുറഞ്ഞിരുന്നുവെങ്കിൽ താങ്കൾ ഈ പറയുന്ന വാദം ശരിയാകുമായിരുന്നു. 2014-2015 അപേക്ഷിച്ച് 2015-2016 മദ്യത്തിന്റെ കച്ചവടം കൂടിയിട്ടേ ഉള്ളൂ. ഈ വർഷം 4,77,00,000 കുപ്പികളാണ് അധികമായി തൊട്ട് മുൻ വർഷത്തേക്കാൾ വിറ്റത്. അപ്പോൾ മലയാളി വാങ്ങി കുടിക്കുന്നത് കൂടിയിട്ടേ ഉള്ളൂ. പിന്നെ താങ്കൾ ഈ പറഞ്ഞ വാഹനാപകടം കുറയലും കുടുംബത്തിൽ സമാധാനം വരലും ഒക്കെ എങ്ങനെ സംഭവിക്കും? അല്ല, വാഹനാപകടം കുറയുന്നു എന്ന് പറയുന്നത് വ്യക്തമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ കുടുംബ കലഹങ്ങൾ ഒഴിവായി കിട്ടുന്നു എന്ന് പറയുന്ന ചെറിയ കാര്യമായി കാണേണ്ടതില്ല. കേരളീയ പൊതുസമൂഹം നെഞ്ചിലേറ്റെടുത്ത നയമാണ് കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ മദ്യനയം. അത് സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് പോകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഗവൺമെന്റ് ഇച്ഛാശക്തിയോടുകൂടി ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് പോകുന്ന ഒരു സർക്കാർ എങ്ങനെ പുതുതായി ബാർ ലൈസൻസുകൾ അനുവദിക്കും എന്നുള്ളത് ആദ്യത്തെ പ്രശ്നം. സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്കാണ് പോകുന്നതെങ്കിൽ പുതുതായി ഇവിടെ ബാറുകൾ തുറക്കാൻ പാടില്ല. അതൊന്ന്. 2, ശ്രീ അനിൽ, ഞാൻ ആവർത്തിച്ച് സൂചിപ്പിക്കുന്നത് പോലെ ഒരു വർഷം കൊണ്ട് 1537 കോടിയുടെ അധിക മദ്യവിൽപ്പനയാണ് സംസ്ഥാനത്തുണ്ടായത്. 39.78 ലക്ഷം കേസ് മദ്യം ഈ മദ്യനയം പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള വർഷം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. ബിയറിന്റെ ഉപഭോഗം തൊട്ട് മുൻ വർഷത്തേക്കാൾ ഇരട്ടിയാവുകയാണ് ഉണ്ടായത്. ഈ കൊട്ടിഘോഷിക്കുന്ന നയം കൊണ്ട് ഇവിടെ മദ്യലഭ്യത കുറഞ്ഞിട്ടില്ല, മദ്യക്കച്ചവടം കുറഞ്ഞിട്ടില്ല. പിന്നെ ഈ അവകാശപ്പെടുന്ന ഗുണഫലങ്ങൾ എങ്ങനെ വരും? അതൊന്ന് മനസ്സിലാക്കി തന്നാൽ മതി. അല്ല, ഈ ഗുണഫലങ്ങൾ പ്രാവർത്തികമാകുന്നതിന് ഇത് കിട്ടുന്നതിനുള്ള അവസരങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ക്യാമ്പയിൻ. ഓരോ വർഷവും 10% വീതം ബിവറേജസ് ഔട്ട്ലെറ്റുകൾ കൂടി അടച്ചുപൂട്ടുന്ന സാഹചര്യമുണ്ടാകുമ്പോൾ കേരളത്തിൽ സമ്പൂർണ്ണമായി 10 വർഷക്കാലം കൊണ്ട് സമ്പൂർണ്ണമായ മദ്യനിരോധനത്തിലേക്ക് ഈ സംസ്ഥാനം പോകും. കേവലം നമ്മൾ യോഗങ്ങൾ നടത്തി, ക്യാമ്പയിനുകൾ നടത്തി, സുവിശേഷ പ്രസംഗം നടത്തുന്നത് പോലെ
നമ്മൾ മദ്യം ഉപയോഗിക്കരുത്, മദ്യവർജനമാണ് എന്ന് പറയുന്നത് ഒരു ഒളിച്ചുകളിയാണ്. അല്ല, നമ്മുടെ വിഷയം അതല്ല. ഇവിടെ CPM ന്റെ നേതാക്കന്മാർ കേരളത്തിൽ മദ്യനയം മാറ്റുമെന്ന് പറഞ്ഞു. അവർക്ക് മാറ്റാൻ കഴിയില്ല. സർക്കാർ മദ്യനയത്തിൽ യാതൊരു വെള്ളം ചേർക്കലും നടത്തിയിട്ടില്ല. 5 സ്റ്റാറുകൾക്ക് ബാർ അനുവദിക്കാം എന്നുള്ളതാണ് സർക്കാരിന്റെ നയം. ആ നയത്തിന് അനുസൃതമായേ സർക്കാരിന് പ്രവർത്തിക്കാനാകൂ. അതിനനുസൃതമായി പ്രവർത്തിച്ചാൽ സർക്കാരിന് പുതിയ ബാർ ലൈസൻസ് അപേക്ഷകൾ 5 സ്റ്റാറുകളിൽ നിന്ന് വന്നാൽ കൊടുക്കേണ്ടി വരും. 5 സ്റ്റാർ ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നത് കേന്ദ്ര ടൂറിസം വകുപ്പാണ്. സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. അതെ, അത് ഞാൻ അംഗീകരിക്കുന്നു. സർക്കാർ മദ്യനയത്തിൽ വെള്ളം ചേർത്തിട്ടില്ല. സർക്കാർ മദ്യനയത്തിൽ മദ്യം ചേർത്തിട്ടേ ഉള്ളൂ. സർക്കാർ മദ്യനയത്തിൽ കോഴപ്പണം ചേർത്തിട്ടേ ഉള്ളൂ, വെള്ളം ചേർത്തിട്ടില്ല. അത് എൻ്റെ സുഹൃത്ത് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. നിങ്ങൾ ആരെ ഈ വിഡ്ഢിയാക്കാൻ വേണ്ടി പോകുന്നത്? നിങ്ങൾ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് വേറെയും. കോൺഗ്രസ് പേരിനെങ്കിലും ഒരു ദേശീയ പാർട്ടിയാണല്ലോ. ഇപ്പം 3 സംസ്ഥാനത്തേ ഉള്ളൂ. അത് മെയ് 19 വോട്ടെണ്ണി ആസാമിലും കേരളത്തിലും ഉണ്ടാവില്ല. പിന്നെ കർണാടകയിൽ AIDMK പോലെ ഒരു പ്രാദേശിക പാർട്ടി. മെയ് 19 കഴിഞ്ഞാൽ ഇടതുപക്ഷമായിരിക്കും. ഇവിടെ സർക്കാർ മദ്യനയത്തിൽ വെള്ളം ചേർത്തിട്ടില്ല, മദ്യവും ചേർത്തിട്ടില്ല. നോക്കൂ, സർക്കാർ മദ്യനയത്തിന് അനുസൃതമല്ലാതെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. നിങ്ങൾ കോഴ ആരോപിക്കുകയാണ്. എന്തിനാണ് ഈ ബാർ ലൈസൻസ് കിട്ടാൻ കോഴ? ബാർ ലൈസൻസ് കൊടുത്തല്ലേ പറ്റൂ. നയത്തിന് അനുസൃതമായല്ലേ സർക്കാരിന് ആക്ഷൻ എടുക്കാൻ സാധിക്കൂ. അതിന് കോഴയുടെ ആവശ്യമില്ലല്ലോ. 5 സ്റ്റാർ ക്ലാസിഫിക്കേഷൻ ഇവർ നേടിയിരിക്കുന്നത് കേന്ദ്രത്തിൽ നിന്നാണ്. കേന്ദ്ര ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ നേടാൻ വേണ്ടി സാധിക്കില്ല അഭിലാഷ്. ഇതിൽ സംസ്ഥാന ഗവൺമെന്റ് റോൾ എന്ത്? കോൺഗ്രസിലെ ചില നേതാക്കന്മാരും 5 സ്റ്റാർ 3 സ്റ്റാർ ബാർ ഉടമകളും തമ്മിലുള്ള ചില പാർട്ട്ണർഷിപ്പ് ഉൾപ്പെടെ ഇതിനകത്ത് പ്രശ്നമാണ്. ഇവർ ഘട്ടം ഘട്ടമായി മദ്യം നിരോധിക്കുക പറഞ്ഞ് ഇതാണോ? ഇങ്ങനെ ലഭ്യത വർദ്ധിപ്പിച്ചിട്ടാണോ ഘട്ടം ഘട്ടമായി മദ്യം നിരോധിക്കുന്നത്? അഭിലാഷ് ഇവിടെ കണക്ക് പറഞ്ഞു, എൻ്റെ കയ്യിലും കണക്കുണ്ട്. കേരളത്തിൽ മദ്യ ലഭ്യത വർദ്ധിച്ചു, കേരളത്തിൽ ക്രൈം വർദ്ധിച്ചു. ഇദ്ദേഹം പറഞ്ഞല്ലോ ക്രൈം കുറഞ്ഞുവെന്ന്. കേരളത്തിൽ ക്രൈം വർദ്ധിച്ചു. മദ്യം അകത്താക്കുന്നതിൻ്റെ സ്ഥലമേ മാറിയിട്ടുള്ളൂ, അല്ലാതെ മദ്യലഭ്യത കുറഞ്ഞിട്ടില്ല. സാധനം വാങ്ങി വീട്ടിൽ പോയി അടിക്കുകയല്ല, വേറെ സ്ഥലത്ത് പോയി അടിക്കുന്ന സ്ഥിതി വരുന്നു. അപ്പം മദ്യപിക്കുന്നതിൻ്റെ സ്ഥലം, പ്ലേസ് മാറിയിട്ടേ ഉള്ളൂ. ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ ഇവരുടെ കള്ളക്കളിയാണ്. ഇവരുടെ കോഴ താല്പര്യത്തിന്റെ ഭാഗമായി, അഴിമതി താല്പര്യത്തിന്റെ ഭാഗമായി കള്ളക്കളിയാണ് ഇടതുപക്ഷം ആരോപിക്കുന്നത്. തുടരുക ശ്രീ മുഹമ്മദ് റിയാസ്. അതുമായി ബന്ധപ്പെട്ട വസ്തുതാപരമായ വിവരമൊന്നും എന്റെ കയ്യിലില്ല, ദയവായി തുടരുക. ഫാദർ ജിമ്മി, ഇവിടെ ഈ കൊട്ടിഘോഷിച്ച മദ്യനയം, ഈ മദ്യനയം തുടരണം എന്നാണ് നിങ്ങളടക്കം KCBC മദ്യവിരുദ്ധ സമിതിയും സിറോ മലബാർ സഭയും ഒക്കെ ഇടതുപക്ഷത്തോട് പോലും ആവശ്യപ്പെട്ടത് ഇതിൽ നിന്ന് പിന്മാറാൻ പാടില്ല എന്ന്. പക്ഷേ ഈ മദ്യനയം കൊണ്ട് മദ്യലഭ്യത കുറഞ്ഞിട്ടില്ല എന്നുള്ളത് കണക്കുകൾ വ്യക്തമാക്കുന്ന കാര്യം. അതവിടെ നിൽക്കട്ടെ. ഇതിപ്പോൾ പുതിയ 6 ബാറുകൾ കൂടി തുറക്കുകയാണ്. ഇനി പുറകെ 10 വരും. സർക്കാരിനെ സംബന്ധിച്ച് അത് കൊടുത്തേ പറ്റൂ, കാരണം അതാണ് നയം. അതുകൊണ്ട് ഈ മദ്യനയം കൊണ്ട് എന്ത് പ്രയോജനമെന്ന് പരിശോധിക്കാനുള്ള സമയമായില്ലേ? തീർച്ചയായിട്ടും. ഒരു കാര്യം ആദ്യമായിട്ട് പറയാനുള്ളത്, ഇതിനെ ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കാണാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഒരു പൊതുജന പ്രശ്നമായിട്ട്, ഒരു സാമൂഹ്യ തിന്മയായിട്ടാണ് എന്നും ഞങ്ങളിതിനെ കണ്ടിട്ടുള്ളത്. അങ്ങനെ അവസ്ഥയിൽ പോലും അഭിലാഷ് പറഞ്ഞ ചില ആശങ്കകളാണ് ഞാനിവിടെ എൻ്റെ മനസ്സിലുമുള്ളത്. അതായത് 10 വർഷത്തിനുള്ളിൽ സമ്പൂർണ്ണ മദ്യനിരോധനം എന്ന ഒരാശയവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ 2015 തന്നെ ഇപ്പോൾ ഇന്ന് കൊടുത്ത 6 ബാറുകൾ മാത്രമല്ല, ഇതിനു മുൻപൊരു 3 ബാറുകൾ 2 ബാറുകൾ 3 ബാറുകൾ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം മദ്യത്തിൻ്റെ ഉപയോഗത്തിൽ ശരിക്കും പറഞ്ഞാൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം സമ്പൂർണ്ണമായിട്ട് മദ്യം ഉപയോഗിക്കുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോൾ പോലും മദ്യത്തിൻ്റെ ഉപയോഗം ഉണ്ടാകുന്ന തരത്തിലുള്ള മറ്റൊരു ഉപാധികൾ ഞാൻ സമ്മതിക്കുന്നു. ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇന്ന് മുഖ്യമന്ത്രിയൊക്കെ അതിൻ്റെ വിശദീകരണങ്ങൾ പറഞ്ഞു. ഒരുപക്ഷെ സെൻട്രൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റാണ് അത് നടത്തേണ്ടത്. എന്തും ആയിക്കോട്ടെ. പക്ഷേ ഞങ്ങളിവിടെ ഞാനൊരു പൊതുജനത്തിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഒരു സാമൂഹ്യ തിന്മയ്ക്കെതിരായിട്ട് സംസാരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ മാത്രം ഞാൻ പറയുന്നത്, ഇത് വീണ്ടും വീണ്ടും ഇതിൻ്റെ ഉപയോഗം ഇങ്ങോട്ട് കൂടിക്കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മദ്യനയത്തെ വീണ്ടും ഒന്ന് കുറച്ചുകൂടിയൊക്കെ മാറ്റി തിരുത്തേണ്ടേ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. റൈറ്റ്. മദ്യനയത്തിൽ തിരുത്തൽ വേണമെന്ന ആവശ്യം ആണ് താങ്കൾ ഉന്നയിക്കുന്നത്. ശ്രീ B. രാധാകൃഷ്ണ മേനോൻ, BJPയുടെ നിലപാട് എന്താണ്? ഈ മദ്യനയം നല്ലതാകണം എങ്കിൽ മദ്യലഭ്യത കുറയുകയും മദ്യത്തിൻ്റെ ഉപഭോഗം കുറയുകയും വേണം. അങ്ങനെ ഒന്ന് ഉണ്ടായിട്ടില്ല. ഇവിടെ 3 സ്റ്റാറും 4 സ്റ്റാറുമായിരുന്ന ബാറുകൾ 5 സ്റ്റാറായി അപ്ഗ്രേഡ് ചെയ്യുന്നു. അപ്പോഴും നമ്മൾ കാശുള്ളവർ മാത്രമേ കുടിക്കൂ എന്ന് വിചാരിക്കാൻ പാടില്ല. രഹസ്യമായി ലോക്കൽ കൗണ്ടർ തുറന്ന് അവിടെ വിൽപ്പന നടത്തുകയും ചെയ്യും. ഈ മദ്യനയം കൊണ്ട് എന്ത് പ്രയോജനം? അഭിലാഷേ, ഇവിടെ ഈ മദ്യനയം എന്ന് ഇപ്പോൾ കൊട്ടി ഘോഷിക്കപ്പെടുന്ന ആ സമീപനമുണ്ടല്ലോ, അത്
യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി പ്രഖ്യാപിച്ച ഒരു ഇടപാടല്ലല്ലോ. ഇത് കോഴപ്പണം സംബന്ധിച്ചുള്ള തർക്കമുണ്ടായ സമയത്ത് ധനകാര്യമന്ത്രി കോഴ വാങ്ങിച്ചു, അതിനു മുമ്പുണ്ടായിരുന്ന KPCC പ്രസിഡന്റ് മേടിച്ചു, എക്സൈസ് മന്ത്രി മേടിച്ചു, ബാറിൻ്റെ തന്നെ നടത്തിപ്പുകാരനായ മറ്റൊരു മന്ത്രി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മേടിച്ചു. ഈ മന്ത്രിമാരെല്ലാവരും അതിനു മുമ്പത്തെ KPCC പ്രസിഡന്റും അടക്കം ബാറുകാരോട് പണം മേടിച്ചിട്ടുണ്ടായ തർക്കം അത് പുറത്തേക്ക് വന്ന സമയത്ത് സുധീരൻ പ്രഖ്യാപിച്ച ഒരു സമീപനം അത് ഒരു നയമായിട്ട് ഇപ്പോൾ കൊട്ടിഘോഷിക്കുന്നു. ഉമ്മൻചാണ്ടി പോലും അതൊരു നയമായി കണക്കാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം ഇത് ഘട്ടം ഘട്ടമായി തുറന്ന് പഴയ പോലെ കൊടുക്കാം എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ പ്രഖ്യാപിക്കപ്പെട്ടു. ഏതായാലും കോൺഗ്രസ് വീണടം വിദ്യയാക്കുന്ന പോലെ അതൊരവസരമായി പ്രഖ്യാപിച്ചതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിനു മുമ്പ് AK ആന്റണി ചാരായം നിരോധിച്ചു എന്ന് പറഞ്ഞു. അന്ന് ചാരായം നിരോധിച്ചതും അതിനുശേഷം കുറഞ്ഞ തോതിലുള്ള മദ്യം ഈ ചാരായത്തിൻ്റെ വിലയ്ക്ക് കിട്ടുന്ന രീതിയിലുള്ള പാക്കറ്റുകൾ അല്ലെങ്കിൽ അത് കുപ്പിക്കകത്താക്കി പുതിയ ബീവറേജസ് വഴി വിതരണം ചെയ്തു. ഇന്ന് കേരളത്തിൽ ഇതിൻ്റെ ഉപഭോഗത്തിലോ ഒരു തരത്തിലുള്ള കുറവും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല ഇത് വർദ്ധിച്ചു വരികയാണ്. കാരണം 18 വയസ്സായവർക്ക് ഇത് മേടിക്കാവുള്ളൂ എന്നുള്ള കഴിഞ്ഞ കാലത്തെ സങ്കല്പങ്ങളൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഒരു 13 വയസ്സ് മുതൽ ഇത് മേടിക്കാവുന്ന ഒരു നിലയിലേക്ക് 13 വയസ്സുള്ള പിള്ളേർ പോയി ക്യൂ നിന്ന് മേടിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് കേരളം അധപ്പതിച്ചിരിക്കുന്നു. ഈ ഒരു അധപ്പതനം ഇപ്പോൾ ബാറിലിരുന്ന് കുടിച്ചവർക്ക് ആ ബാറിലിരുന്ന് കുടിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കിയിട്ട് ഇത് ഓട്ടോറിക്ഷക്കാർ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നു, അല്ലെ നിൽക്കുന്നിടത്ത് കൊണ്ട് കൊടുക്കുന്നു. രാവിലെ ഓട്ടോറിക്ഷക്കാർ പോയിട്ട് ബീവറേജസ് ക്യൂ നിൽക്കുന്നു, 8-10 കുപ്പി അതിൽ മേടിച്ചു വെക്കുന്നു. അത് വൈകുന്നേരത്തിൽ ഇപ്പുറം വിൽക്കുമ്പോൾ അവർക്ക് ഓട്ടോ ഓടാതെ തന്നെ ആളുകൾക്ക് ഈ സാധനം എത്തിച്ചു കൊടുക്കുന്ന ഒരു പാരലൽ സംവിധാനം കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഇവിടെ കോൺഗ്രസ് ഞങ്ങൾ കേരളത്തെ മദ്യവിമുക്തമാക്കി, പുതുതായി പ്രഖ്യാപിക്കപ്പെട്ട വീട്ടമ്മമാരുടെ കണ്ണീരൊപ്പി എന്നൊക്കെ മേനി പറയുന്നിടത്താണ് ആക്ഷേപം വരുന്നത്. 814 ബിയർ ആൻഡ് വൈൻ പാർലറുകൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുകയാണ്. 29 5 സ്റ്റാർ ഹോട്ടലുകൾ ബാർ നടത്തുകയാണ്. 268 ബിവറേജസ് ഔട്ട്ലെറ്റുകളുണ്ട്, 38 കൺസ്യൂമർ ഫുഡ് ഔട്ട്ലെറ്റുകളുണ്ട്, 33 ക്ലബ്ബുകളുണ്ട്. ഇവ വഴി യഥേഷ്ടം മദ്യം ലഭിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ മദ്യലഭ്യത കുറച്ചു എന്ന് മേനി നടിക്കുമ്പോഴാണ് അക്കാര്യത്തിൽ ആക്ഷേപം വരുന്നത്. അല്ലല്ല, ഞങ്ങൾ മദ്യലഭ്യത കുറച്ചു എന്നല്ലല്ലോ ഞങ്ങൾ പറഞ്ഞത്. ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുന്നോട്ട് വെച്ചത് സമ്പൂർണമായ മദ്യ നിരോധനത്തിലേക്കുള്ള യാത്രയാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ രാധാകൃഷ്ണ മേനോൻ, അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ്, അവർക്ക് അവരുടെ രാഷ്ട്രീയം പറഞ്ഞേ മതിയാകൂ. ആ രാഷ്ട്രീയ നയത്തിൻ്റെ ഭാഗമായി ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ ഇവർ പറയുന്നു എന്നുള്ളതാണ്. ഇവരുടെ ഉള്ളിൽ പോലും ഇവർക്ക് എല്ലാവർക്കും അറിയാം ഈ മദ്യനയം പരക്കെ സ്വാഗതം ചെയ്യപ്പെട്ടാണ്. കാരണം നമ്മൾ മദ്യലഭ്യത കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി, മദ്യ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്നിട്ടുള്ള ഈ മദ്യനയത്തിൻ്റെ ആദ്യ ഘട്ടമാണ് ഇപ്പോൾ നടപ്പിലായിട്ടുള്ളത്. 10% ബിവറേജസ് ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന 712 ബാറുകൾ അടച്ചുപൂട്ടി കഴിഞ്ഞിരിക്കുന്നു. ഒരു മദ്യനയം വരുമ്പോൾ 2017 വരെ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിൽ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് കൊടുക്കും എന്ന നയം ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ അത്തരമൊരു അപേക്ഷ വരുമ്പോൾ ഒറ്റയടിക്ക് അതിനെ മുഖത്ത് നോക്കി എതിർക്കാൻ ഗവൺമെന്റ് കഴിയില്ല. അതിനാവശ്യമായ നടപടിക്രമങ്ങൾ തുടർന്നുണ്ടാകുന്ന ചർച്ചകളിലും തീരുമാനങ്ങളിലൂടെ ഉരുത്തിരിയേണ്ടതാണ്. ശരി, സമ്മതിച്ചു. KPCCയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് യാത്രയിലാണ്. ശരി, സമ്മതിച്ചു. ഈ മദ്യനയം നടപ്പാക്കിയത് കൊണ്ട് എങ്ങനെയാണ് മദ്യ ഉപഭോഗം കുറഞ്ഞത് എന്നൊന്ന് പറയൂ. 2014-2015 വർഷം കേരളത്തിൽ വിറ്റത് 316.17 ലക്ഷം കേസ് വിദേശ മദ്യമാണ് എങ്കിൽ പൂർണ്ണമായും ഈ മദ്യനയം നടപ്പാക്കിയ ബാർ അടച്ച 15-16 വിറ്റത് 355.95 ലക്ഷം കേസ് മദ്യമാണ്. നോക്കൂ ആ വർധന, എത്ര വലിയ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ബിയറിൻ്റെ കാര്യം എടുക്കൂ. 14-15 അത് 95.59 ലക്ഷം കേസ് ആയിരുന്നുവെങ്കിൽ 15-16 അത് 154.20 ലക്ഷം കേസായി, ഏതാണ്ട് ഇരട്ടിയായി ഉയർന്നിരിക്കുകയാണ്. കേരളത്തിൽ മദ്യ ഒഴുക്ക് കൂടിയിട്ടേ ഉള്ളൂ. മദ്യ ഒഴുക്ക് കൂടിയിട്ടുള്ള എന്ന് പറയുമ്പോൾ ഇത് തടയുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് ഇത് കിട്ടാനുള്ള അവസരങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ശക്തമായ നിയമത്തിലൂടെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള നിരോധന നടപടികളിലൂടെ ഇത് കിട്ടുന്നതിന് യഥേഷ്ടം ലഭ്യമാകുന്ന മറ്റവസരങ്ങൾ ഇപ്പോൾ ഉള്ളതുകൂടി ഇല്ലാതാക്കുന്ന ഒരു കർശനമായ നടപടികളിലൂടെ ഇത് ഈ മദ്യം എന്ന് പറയുന്ന മാരകമായ വിപത്ത് ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടേണ്ടതാണ്. അതിനുവേണ്ടി
എല്ലാ രാഷ്ട്രീയ കക്ഷികളും ബഹുജന സംഘടനകളും ഒന്നിച്ചു നിന്ന് പെരുമാറേണ്ടതിന് പകരം ഈ ചെയ്തിട്ടുള്ള സതുദ്ദേശപരമായ ഈ നടപടിയെ ചലഞ്ച് ചെയ്യുന്ന തരത്തിൽ, അല്ലെങ്കിൽ അത് വെടക്കാക്കി ഒരു മുതലെടുപ്പ് നടത്തുന്ന തരത്തിലുള്ള ഒരു സമീപനത്തിലേക്ക് പോകുന്നത് ശരിയല്ല എന്നതാണ് എന്റെ അഭിപ്രായം. നിലവിൽ മദ്യലഭ്യത ഉപയോഗം കൂടി വരുന്നു. അതിനെതിരെയുള്ള ഈ മദ്യനയം പ്രഖ്യാപിച്ച വേളയിൽ അന്നത്തെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ സർവാത്മന സ്വാഗതം ചെയ്തതാണ്. ശരിയാണ്, മദ്യത്തിൻ്റെ ലഭ്യത അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ഉപഭോഗം കൂടിയിട്ടുണ്ട്. അത് ഒരു വഴി അടയുമ്പോൾ ആളുകൾ മറ്റു വഴിയിലൂടെ എങ്ങനെയും മദ്യം വാങ്ങാനുള്ള തത്രപ്പാടിൽ ഉയരുന്നതാകാം. മദ്യ വിപണിയിലെ ഉയർച്ച, മദ്യ വരുമാനത്തിലെ ഉയർച്ച ഒക്കെ ഓരോ വർഷങ്ങളായി എടുത്താൽ ഓരോ വർഷവും കൂടി വരുന്ന പ്രവണതയാണ്. ഈ വർഷം മദ്യനയം നടപ്പാക്കിയതിന് ശേഷവും കൂടിയിട്ടുണ്ട്. അതിനെ അതിൻ്റെ സ്വാഭാവികതയിൽ എടുക്കാമല്ലോ. നമ്മൾ 10 വർഷത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നാണ് നോക്കേണ്ടത്. 10 വർഷം കഴിയുമ്പോഴേക്ക് ഇവിടെ ഒരു ബെവ്കോ ഔട്ട്ലെറ്റും ഒരു കൺസ്യൂമർ ഫുഡ് ഔട്ട്ലെറ്റും ഒരു ബാറുമില്ലാത്ത അവസ്ഥ ഉണ്ടാകും. ആ ഒരു ദീർഘദൃഷ്ടി എന്തുകൊണ്ടാണ് നിങ്ങൾക്കില്ലാത്തത്? ഒന്ന് അഭിലാഷ് അവതരിപ്പിച്ച കണക്കും അതിനപ്പുറത്തുള്ള കണക്കും എൻ്റെ കയ്യിലുണ്ട്. നമ്മൾ ഒരുപാട് ചർച്ചയിൽ അവതരിപ്പിച്ചാണ്. ഇവിടെ മദ്യത്തിൻ്റെ വരുമാനം വർദ്ധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അഭിലാഷ് ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ ക്വാണ്ടിറ്റിയുടെ കണക്ക് വെച്ച് പറയുന്നത്. അതായത് കേസ് വിറ്റത് മദ്യത്തിൻ്റെ വില വർദ്ധിക്കുന്നതിനനുസരിച്ചാണ് മദ്യത്തിൻ്റെ വിൽപ്പന തുക വർദ്ധിക്കുന്നത് എന്നാണ് മദ്യവിരുദ്ധ നയത്തിൻ്റെ ആദർശം പറഞ്ഞ് നടക്കുന്ന ചിലർ നേരത്തെ പ്രസംഗിച്ചതെങ്കിൽ അവിടെയാണ് കേസ് വിൽക്കുന്നതിൻ്റെ പെട്ടിയുടെ എണ്ണം നോക്കുമ്പോൾ മദ്യവിൽപ്പന കൂടി. കോൺഗ്രസിൻ്റെ എൻ്റെ സുഹൃത്ത്, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സുഹൃത്തിന് ഈ നയം കാരണം കേരളത്തിൽ ഒരാളെങ്കിലും മദ്യപാനം നിർത്തിയത് ചൂണ്ടിക്കാട്ടാൻ വേണ്ടി പറ്റും. ഒരാളെങ്കിലും. മദ്യപിക്കാൻ ആഗ്രഹമുള്ളവർക്ക് യഥേഷ്ടം മദ്യം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. മനുഷ്യൻ്റെ മനസ്സിൽ മദ്യം അത് എനിക്ക് വേണ്ടതില്ല എന്നുള്ള ചിന്താഗതി എത്തിച്ചാൽ മാത്രമേ ഈ മദ്യാസക്തി എന്ന വിപത്തിനെ തടയാൻ വേണ്ടി പറ്റും. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ്. ലോകത്ത് എവിടെയെങ്കിലും ഇത്തരമൊരു നിലപാട് കാരണം മദ്യപാനം നിർത്തിയിട്ടുണ്ടോ? ഇല്ല. ഇവരാണെങ്കിൽ സമ്പൂർണ്ണ മദ്യനിരോധനമല്ല നടപ്പിലാക്കുന്നത്. ഇവർ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വരെ സമ്പൂർണ്ണ മദ്യനിരോധനം തന്നെ പരാജയപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഇവർ സമ്പൂർണ്ണ മദ്യനിരോധനം എന്ന് പറഞ്ഞുകൊണ്ട് മദ്യലഭ്യത വർദ്ധിപ്പിക്കുന്ന നിലപാടെടുക്കുന്നു. മദ്യ മുതലാളിമാർ ഇവരും തമ്മിലുള്ള കളിയാണ് പുറത്തു വരുന്നത്. ഇവരിലെ പലർക്കും ഇത്തരം 5 സ്റ്റാർ ഹോട്ടൽ ഉടമകളുമായി ബന്ധമുണ്ട്. അതിൻ്റെ പ്രശ്നമാണ് ഉയർന്നു വരുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇതിൽ നേരിട്ട് പങ്കെടുക്കുന്നു. ഒരു മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് എക്സ്പോസ് ചെയ്യപ്പെട്ടു. തൃപ്പൂണിത്തുറ അയാൾ പിന്നീട് സ്ഥാനാർത്ഥിയാവുകയാണ്. സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി ചരട് വലിച്ച പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഇവരുടെ നയം, ഇവരുടെ താല്പര്യം എന്തെന്ന് കൃത്യമാണ്. അതാണ് ഇടതുപക്ഷം ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്ന ആരോപണം. ആരോപണത്തിന്റെ രാഷ്ട്രീയം കാണുന്നില്ല. ഒരു നിമിഷം റിയാസ്. ഫാദർ, ഈ കണക്കുകൾ അനുസരിച്ച് മദ്യ ഉപഭോഗം കൂടി. മദ്യനയം നിലവിലില്ലായിരുന്നുവെങ്കിലും, അതായത് ഈ ബാറുകൾ പൂട്ടുക എന്ന നയം നിലവിലില്ലായിരുന്നുവെങ്കിലും ഇതേ കണക്കുകളാകാമായിരുന്നു. ഇങ്ങനെ ബാറുകൾ പൂട്ടിയത് കൊണ്ട് ആ കണക്കിൽ ഉദ്ദേശിക്കുന്നത് പോലെ ആളുകൾ മദ്യപിക്കുന്നത് കുറയുന്നു എന്നൊരവസ്ഥ ഇല്ലതാനും. മദ്യനയത്തിൽ ചെറിയ തിരുത്തലുകൾ മതിയോ? ഇങ്ങനെ ഒരു മദ്യനയം കൊണ്ട് എന്താണ് കാര്യം? കേരളത്തിൽ ഇനി വരുന്ന സർക്കാർ ഇതേ മദ്യനയം തുടരുന്നു എന്ന് വിചാരിക്കുക. ആളുകൾ മദ്യപിക്കുന്നത് അല്ലെങ്കിൽ മദ്യത്തിൻ്റെ സാമൂഹ്യപരമായ പ്രത്യാഘാതം ഒന്നും കുറയുന്നില്ലല്ലോ, അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഒരു പ്രത്യാശയോടെ നമ്മളതിനെ കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ സമ്പൂർണ്ണ മദ്യനിരോധനം നടന്നിട്ടില്ല. ഇപ്പോൾ ബീഹാറിലൊക്കെ അനൗൺസ് ചെയ്ത പോലെ അങ്ങോട്ട് സമ്പൂർണ്ണ മദ്യനിരോധനം നടന്നിട്ടില്ല. ഘട്ടം ഘട്ടമായിട്ടാണ് നിരോധനം പറയുന്നത്. അപ്പോൾ ഒരു വർഷത്തെ ഒരു കണക്കെടുത്ത് നമ്മളങ്ങനെ അതിനെ അങ്ങോട്ടൊരു ദോഷൈകതൃക്കായിട്ട് നമ്മളങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അതേസമയം തന്നെ ഇത് ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്കുമാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ നോക്കി മദ്യനിരോധനം സാധ്യമാകാൻ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കണം. ഇവിടെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ രാഷ്ട്രീയ കക്ഷികളാണ് ഈ ഇലക്ഷൻ്റെ സമയത്ത് അവരുടെ നിലപാടുകൾ വ്യക്തമാക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഇവരുടെ മദ്യനയത്തെ പ്രത്യേകമായിട്ട് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതല്ല. ഇപ്പോൾ UDF ഒരു മദ്യനയം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സമയത്ത് എനിക്ക് പ്രത്യേകമായിട്ട് തോന്നുന്ന ഒരു കാര്യം, ഇപ്പോൾ ബാർ ലൈസൻസുകളിലേക്കാൾ ഉപരി ബിയർ പാർലറുകൾ തുടങ്ങിയതിനെപ്പറ്റി വളരെ ആശങ്ക നമുക്കുണ്ടായിരുന്നു. കാരണം ബാറുകൾ നിർത്തി ബിയർ പാർലറുകൾ എന്തിനു തുടങ്ങി, അതിൻ്റെ രൂപഭാവങ്ങൾ എങ്ങനെയായിരിക്കും, എങ്ങനെയായിരിക്കും പോകുന്നത് എന്നുള്ളത്. ഇപ്പോൾ മറ്റൊരു ആശങ്കയാണ് നമ്മുടെ മുമ്പിൽ പെട്ടെന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇങ്ങനെ വീണ്ടും ഒരു ഉപഭോഗം, അതായത് പൈസയുള്ളവന് മദ്യം ലഭിക്കാനുള്ള അവസരങ്ങൾ വീണ്ടും കൂടിക്കൂടി വരുന്നു. ഇനി മറുവശത്ത്
ഇപ്പോൾ LDF ശ്രീ സീതാറാം യെച്ചൂരിയൊക്കെ മദ്യനയം തുടരും, ബാറുകൾ അടച്ചത് തുറക്കില്ല എന്നൊക്കെ പറയുന്നു. അപ്പോഴും നമ്മൾ ചോദിക്കുന്നതാണ് 10% വീതം ബിവറേജ് ഔട്ട്ലെറ്റുകൾ പൂട്ടും എന്ന് UDFൻ്റെ മദ്യനയത്തിൽ പറയുന്നുണ്ട്. അത് സാധിക്കാനായിട്ട് LDFന് സാധിക്കുമോ? അപ്പം ഞാൻ പറഞ്ഞ നമ്മളിവരെ ആരെയും ഒരു ദോഷത്തോടെ കാണേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് വേണ്ടത് എന്താണ്? നമുക്കൊരു മദ്യനിരോധനം, കുടുംബങ്ങളുടെ ഒരു സമാധാനം, അല്ലെങ്കിൽ അതുപോലുള്ളൊരു അവസ്ഥയിലേക്ക് വരാൻ ഇവരെല്ലാം തയ്യാറാണ് എന്നാണ് എൻ്റെ ഒരു ശുഭാപ്തി വിശ്വാസം. അതൊരു എലക്ഷൻ്റെ സമയത്ത് പറയുന്നതാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളങ്ങനെ വിശ്വസിക്കരുത്. കാരണം ഇവരൊക്കെ പൊതുപ്രവർത്തകരാണ്. ആ ഒരു അവസരത്തിൽ നമുക്ക് എന്ത് ചെയ്തുകൊണ്ട് ഈ തിന്മയെ മാറ്റാൻ പറ്റുമെന്ന ക്രിയാത്മകമായ ഒരു വിചിന്തനം നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു ഈ മദ്യനയം നടപ്പാക്കിയതിന് ശേഷവും ആളുകൾ കുടിക്കുന്ന സ്ഥലം മാറി എന്നതല്ലാതെ കുടിക്കുന്നു എന്ന വസ്തുത മാറുന്നില്ല എന്ന്. അങ്ങനെ മാറണമെങ്കിൽ എന്താണ് വേണ്ടത്? BJP ഭരിക്കുന്ന ഗുജറാത്ത് സമ്പൂർണ്ണ മദ്യനിരോധനമുള്ള സംസ്ഥാനമാണ്. അവിടെ ലൈസൻസ് ഉണ്ടെങ്കിൽ പരിമിതമായ തോതിൽ മദ്യം വാങ്ങാം എന്നുള്ളത് മാറ്റി നിർത്തിയാൽ മദ്യനിരോധനമുള്ള സംസ്ഥാനമാണ്. അതുപോലെ മദ്യനിരോധനത്തിലേക്ക് കേരളത്തിന് പോകാൻ സാധിക്കുമോ? അങ്ങനെ കേരളം പോകണമെങ്കിൽ അക്കാര്യത്തിലൊരു സമവായം വേണമല്ലോ. എല്ലാ കക്ഷികൾക്കും അക്കാര്യത്തിൽ ഒരേ നിലപാടാണോ? എന്താണ് BJPയുടെ നിലപാട്? ഒരു തെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്യുകയാണല്ലോ. തീർച്ചയായും മദ്യം നിരോധിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് നിരോധനം നടപ്പാക്കുമ്പോൾ അത് ഫലപ്രദമായി നടപ്പാവാനുള്ള അന്തരീക്ഷവും രാജ്യത്തുണ്ടാവണം. ആ തരത്തിലൊരു അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള പരിശ്രമം നമ്മുടെ നാട്ടിൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ കാലങ്ങളായി, പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു തരത്തിലും അത് നടക്കുന്നില്ല. ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ, ഗുജറാത്തിൽ അത് ഫലപ്രദമായി നടപ്പാക്കിയിരിക്കുന്നു. അവർ പ്രത്യേകം ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അതിന് വിതരണത്തിന് അത്യാവശ്യ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ചിലർക്ക് പെർമിറ്റ് ഉണ്ടെങ്കിൽ അല്ലെ ആ നിലയ്ക്കുള്ള സംവിധാനമൊക്കെ അവിടെയുണ്ട്. അപ്പോൾ ഏതായാലും ഇത് സാധ്യമാവും നിരോധനം അല്ലെങ്കിൽ വർജനം. ഈ വർജനവും നിരോധനവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഇല്ലാതാവണം. അതാണല്ലോ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഇല്ലാതാക്കൽ എന്ന് പറയുന്നത് നമുക്ക് സാധ്യമാവും. പക്ഷെ സാധ്യമാവണം എന്നുള്ള കാര്യത്തിൽ ഒരു ഇച്ഛാശക്തിയാണ് ഇവിടെ ആവശ്യം. അത് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നാളിതുവരെ കേരളത്തിലെ മാറി മാറി ഭരിച്ച മുന്നണികൾക്കില്ല എന്നുള്ള വസ്തുത നിരാശാജനകമാണ്. കാരണം ഇവർ രണ്ടു കൂട്ടരും ചാരായം നിരോധിച്ചിട്ട് അതിന് തുല്യമായിട്ടുള്ള പുതിയ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ ബാർ മുതലാളിമാരുടെ കോഴ അല്ലെങ്കിൽ ബാറുകാരുടെ കോഴ എന്ന് പറയുമ്പോൾ അത് മാറി എന്ന് അല്ലെങ്കിൽ അത് നിർത്തി ബാറില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ ബീവറേജസിൽ വരുന്ന മദ്യം, ഈ മദ്യത്തിൻ്റെ ഉൽപ്പാദകരാരാ? ഈ കുറഞ്ഞ ബ്രാൻഡുകൾ മാറി മാറി വരുമ്പോൾ ഈ ബ്രാൻഡുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാരാ? ഈ ബ്രാൻഡുകളുടെ ഉൽപ്പാദകരുമായി ഈ ഭരണ നേതൃത്വത്തിനും പ്രതിപക്ഷ മുന്നണിക്കാർക്കുമൊക്കെയുള്ള ബന്ധം എന്താ? ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പം ഈ നിലയിൽ ഈ രാജ്യത്ത് ഈ മദ്യത്തിൻ്റെ പണം ഉപയോഗിച്ചു കൊണ്ടുള്ള ഇവിടുത്തെ മറ്റ് മേഖലകളിലെ പ്രവർത്തനം പോലും ഇല്ലാതാവേണ്ടതാണ്. കാരണം മദ്യത്തിൻ്റെ ആ പണം ഇന്ന് എല്ലാവരും ഒരു അംഗീകരിച്ചു കൊടുക്കുന്ന ഇടപാടാണ് കേരളത്തിൽ നടക്കുന്നത്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ആഭ്യന്തരമന്ത്രി ആത്മാർത്ഥതയുടെ കുറവാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈ മദ്യനയം പ്രഖ്യാപിച്ച വേളയിൽ അന്ന് ധനമന്ത്രിയായിരുന്ന KM മാണി പറഞ്ഞത് നോക്കൂ, ഇതുമൂലം സംസ്ഥാനത്തിന് ഭീമമായ സാമ്പത്തിക നഷ്ടമുണ്ടാകും, പക്ഷേ ഒരു നല്ല കാര്യത്തിന് വേണ്ടി അത് സഹിക്കുകയാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയുന്നു, ഇങ്ങനെ മദ്യം വിറ്റ് കിട്ടുന്ന പണം സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ ആവശ്യമില്ല, നമ്മളത് വേണ്ട എന്ന് വയ്ക്കുകയാണ്. കണക്കെടുക്കൂ, കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ മദ്യത്തിൽ നിന്നുള്ള നികുതി വരുമാനം കൂടിയിട്ടേ ഉള്ളൂ. 8068.58 കോടി കിട്ടി. അത് കഴിഞ്ഞ തൊട്ട് മുൻപത്തെ വർഷത്തേക്കാൾ കൂടുതലാണ്. അതായത് മദ്യനയം നടപ്പാക്കാത്ത വർഷത്തേക്കാൾ കൂടുതലാണ്. ആകെ മദ്യം വിറ്റ് സമാഹരിച്ച തുക തന്നെ വളരെ അധികമാണ്. ആ വിൽപ്പനയിലാണ് 1537 കോടിയുടെ വർധനവ് വന്നിട്ടുള്ളത്. 11,550 കോടി രൂപ മദ്യം ഈ നാട്ടുകാർക്ക് വിറ്റ് സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ടൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോയി ഞങ്ങളിതാ കണ്ണീരൊപ്പി എന്ന് മേനി നടിക്കുകയാണ്. അതല്ല അതിൻ്റെ ശരിയായ കാര്യം. നേരത്തെ ലഭ്യമായിരുന്ന മദ്യം അന്ന് കിട്ടുന്നതിനേക്കാൾ വളരെ വലിയ വിലയ്ക്കാണ് ഇപ്പോൾ ആളുകൾ വാങ്ങുന്നത്. അതുകൊണ്ടാണ് സാമ്പത്തികമായ അവിടെ വരുമാനം കൂടിയതായി കാണുന്നത്. അതുപോലെ നികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നു. മദ്യത്തിന്റെ വില കൂട്ടുകയും ഒപ്പം അതിനാവശ്യമായ നികുതികൾ വർദ്ധിപ്പിക്കുകയും ചെയ്തതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന വരുമാന വർധനവ് എന്ന് പറയുന്ന കണക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്.
പിന്നെ ഇവിടെ റിയാസ് പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ പാർട്ടി അല്ലാന്നൊക്കെ. അല്ല, നമ്മുടെ വിഷയം അതല്ല, നമ്മുടെ വിഷയം അതല്ല ശ്രീ അനിൽ ബോസ്. മറുപടി പറയുന്നില്ല. ശരി, ഈ വരുമാനത്തിലെ വർധനവ് മാത്രമായിരുന്നുവെങ്കിൽ ഞങ്ങൾ മദ്യത്തിന്റെ നികുതി കൂട്ടിയതുകൊണ്ടാണ് അങ്ങനെ വരുമാന വർധനവ് വന്നത് എന്ന് പറയാമായിരുന്നു. കുപ്പിക്കണക്കെടുത്താലും കൂടിയിട്ടുണ്ട്. അത് നിസ്സാരമായ കൂടുതലല്ല. 4,77,00,000 മദ്യക്കുപ്പികൾ, 750 മില്ലിയുടെ ഫുൾ ബോട്ടിലിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. 4,77,00,000 ഫുൾ ബോട്ടിലുകൾ അധികമായി വിറ്റിട്ടുണ്ട് കഴിഞ്ഞ വർഷം മദ്യനയം നടപ്പാക്കിയതിന് ശേഷം. പണത്തിന്റെ കണക്ക് വിട്ടേക്കൂ. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾക്കെതിരെ ജാഗ്രതയോടുകൂടി ഇപ്പോൾ എടുത്തിട്ടുള്ള മദ്യനയത്തോടൊപ്പം തന്നെ ഈ മദ്യ ഉപയോഗം കൂടുന്നതിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ കൂടി ശക്തമാക്കുന്നതിന് കാര്യങ്ങൾ പരിശോധിക്കപ്പെടണം. അതിന് ഉത്തരം പറയണം. ഇപ്പൊ ചോദിച്ച ചോദ്യം ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം. CPM അടക്കമുള്ള ആളുകൾ തെരഞ്ഞെടുപ്പ് ചർച്ച വിവാദം എന്നതിനപ്പുറം പറയുന്ന വാക്കുകളോട് ആത്മാർത്ഥതയുണ്ട്. അല്ല, ഇതിൽ അനിൽ ഒന്ന് ഈ വാദം, അതായത് മദ്യനയം നടപ്പാക്കി, മദ്യനയം വിജയകരമായി നടപ്പാക്കി കേരളത്തിലെ വീട്ടമ്മമാരുടെ കണ്ണീരൊപ്പി എന്നുള്ളത് UDFന്റെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമോ തെരഞ്ഞെടുപ്പിലെ പ്രഖ്യാപനമോ ആണ്. അതിന്റെ വസ്തുതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഞാൻ നേരത്തെ കുപ്പിയുടെ കണക്ക് പറഞ്ഞല്ലോ, കേസിന്റെ കണക്ക് പറഞ്ഞല്ലോ, മുഹമ്മദ് റിയാസും അത് ആവർത്തിക്കുകയുണ്ടായി. യാഥാർത്ഥ്യം അതാണ് എന്നിരിക്കെ മറ്റൊരു കാര്യം പ്രചരിപ്പിക്കുകയാണ്. അതെങ്ങനെ സാധിക്കുന്നു? അല്ല, നിലവിൽ നമുക്ക് ദൈനംദിനം കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യങ്ങൾ നിരോധിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അത് കിട്ടാനുള്ള ഇടമില്ലാതെ വരുമ്പോൾ, കൂടുതൽ ആവേശത്തോടുകൂടി ആദ്യത്തെ ഒരു ഘട്ടം എന്നുള്ള നിലയിൽ കൂടുതൽ അവസരങ്ങളിലേക്ക് ആളുകൾ വരികയും എൻജോയ് ചെയ്യുന്നതിന് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ പക്ഷേ തുറന്നു പറയണ്ടേ ശ്രീ അനിൽ, ഞങ്ങളുടെ മദ്യനയത്തിന്റെ ആദ്യത്തെ ഘട്ടം ഉദ്ദേശിച്ച ഫലം കണ്ടില്ല. മദ്യലഭ്യത കുറയും എന്നായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ മദ്യലഭ്യത കുറഞ്ഞിട്ടില്ല എന്ന് വസ്തുതാപരമായി പറയണ്ടേ? ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നത് എന്തിനാണ്? ഞങ്ങൾ ഇതാ വാഹനാപകടം കുറച്ചിരിക്കുന്നു, വീടുകളിൽ ഇപ്പോൾ ഭർത്താക്കന്മാർ ഭാര്യമാരെ തല്ലുന്നില്ല എന്നൊക്കെ പറയുന്നത് എന്തിനാണ്? നിലവിൽ ഇവിടെ പറയേണ്ട ഒരു കാര്യം, ഈ മദ്യനയത്തിൽ എന്താണ് പാളിച്ച ഉള്ളത് എന്ന് പറയട്ടെ. ഈ മദ്യനയത്തിൽ പാളിച്ച ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുഹമ്മദ് റിയാസിന്റെ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരി എന്തിനീ നയത്തെ അനുകൂലിക്കണം? അത് വളരെ ശരിയാണ്. മുഹമ്മദ് റിയാസ് ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കന്മാർക്ക് വളരെ വ്യക്തമായി ഞങ്ങൾ ഈ മദ്യനയം തെറ്റാണ്, ഈ മദ്യനയം തെറ്റാണ്, അതുകൊണ്ട് ഈ മദ്യനയം ഞങ്ങൾ പൊളിച്ചെഴുതും എന്ന് എന്തുകൊണ്ട് ഇവർക്ക് പറയാൻ കഴിയുന്നില്ല? നടപടിയും പിൻവലിക്കില്ല എന്ന് CPIയുടെ ജനറൽ സെക്രട്ടറിയും പറയുന്നത് ആ നടപടികൾ അംഗീകരിക്കാതെ ഞങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്. അതിനെ അംഗീകരിച്ചിരിക്കുന്നു, UDFന്റെ മദ്യനയത്തെ അംഗീകരിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, ശരി, പാളിച്ചകളുണ്ട്. അങ്ങനെയാണെങ്കിൽ പാളിച്ചകൾ തിരുത്തിയ ഒരു ഫുൾ പ്രൂഫായ ഒരു നയം നിങ്ങൾ പറയണ്ടേ? ഞങ്ങൾ ഭരണത്തിലെത്തിയതിന് ശേഷം അത് തീരുമാനിക്കാം എന്നതിനപ്പുറത്ത് ഞങ്ങൾ ഇതാണ് ചെയ്യാൻ പോകുന്നതെന്ന് നേരത്തെ പറയാമല്ലോ. ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. മദ്യലഭ്യത വർദ്ധിപ്പിക്കുന്ന ഒരു നിലപാടിനെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല. നിലവിൽ അടച്ചുപൂട്ടിയ ബാറുകൾ തുറന്ന് പ്രവർത്തിപ്പിച്ചാൽ മദ്യലഭ്യത വർദ്ധിക്കും. അതുകൊണ്ട് മദ്യലഭ്യത വർദ്ധിക്കുന്ന ഒരു പ്രവർത്തനവും അംഗീകരിക്കില്ല എന്ന് അഖിലേന്ത്യാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമാണ്. എന്നാൽ ഇവർ പറയുന്നതോ, ഇപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടില്ല. ഇവരുടെ മദ്യനയം, ഈ മദ്യനയം കാരണം മദ്യലഭ്യത കുറയുകയല്ല, കൂടുകയാണ്. ഇത് ഞാൻ പറഞ്ഞതോ അഭിലാഷ് പറഞ്ഞതോ LDF നേതാക്കന്മാർ പറഞ്ഞതോ മാധ്യമപ്രവർത്തകരോ പറഞ്ഞതല്ല. നിങ്ങളുടെ എക്സൈസ് വകുപ്പ് മന്ത്രി നിയമസഭയിൽ നടത്തിയ മറുപടി പ്രസംഗത്തിൽ ഇത് പറഞ്ഞതാണ്. ഇല്ലെന്ന് നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിക്കാൻ പറ്റില്ല. അപ്പം ഈ നയം കാരണം കുടിക്കുന്ന ഇടമേ മാറിയിട്ടുള്ളൂ, കുടി കുറഞ്ഞിട്ടില്ല. ഈ നയം കാരണം ഒരു മനുഷ്യനെങ്കിലും, ഞാൻ വീണ്ടും പറയും നിങ്ങളെടുത്ത്, നിങ്ങളൊരു പരിപാടി സംഘടിപ്പിക്കൂ ജില്ലാ കേന്ദ്രത്തിൽ. നിങ്ങളുടെ നയം കാരണം ഇന്ന ജില്ലയിൽ ഇത്ര ആളുകൾ മദ്യപാനം ഇല്ലാതാക്കി എന്ന് പറഞ്ഞൊരു പരിപാടി സംഘടിപ്പിക്കൂ, അല്ലെങ്കിൽ പേര് പറയൂ. ഒരാളെ പേര് പറയാൻ പറ്റുമോ? കുടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് കുടിക്കാൻ സാധ്യതയുണ്ട്, കുടിക്കാനുള്ള സൗകര്യമുണ്ട്. എന്നിട്ട് നിങ്ങൾ മദ്യനയത്തെക്കുറിച്ച് പറയുന്നു. ഞങ്ങൾ സംഘടനാപരമായി, സംഘടനക്കകത്തും സംഘടനയിലൂടെ പുറത്തും മദ്യാസക്തിക്കെതിരെ ക്യാമ്പയിൻ ചെയ്യുന്നവരാണ്, കർക്കശ നിലപാടെടുക്കുന്നവരാണ്. മദ്യലഭ്യത കുറച്ചുകൊണ്ട്
ബോധവൽക്കരണത്തിലൂടെ മദ്യവർജനം നടപ്പിലാക്കണമെന്നുള്ള നയമാണ് ഞങ്ങൾക്കുള്ളത്. മദ്യലഭ്യത കൂട്ടിക്കൊണ്ടല്ല. എന്നാൽ നിങ്ങൾ ചെയ്യുന്നത് എന്താ? നിങ്ങളിപ്പോൾ ഇന്നത്തെ ഏറ്റവും അവസാനത്തെ നിങ്ങളുടെ കള്ളക്കളി, മദ്യനയത്തിൽ വെള്ളം ചേർത്ത് എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. മദ്യനയത്തിൽ നിങ്ങൾ വെള്ളം ചേർത്തിട്ടില്ല. സുധീരൻ പറഞ്ഞു ശരിയാ, മദ്യനയത്തിൽ മദ്യം ചേർത്തു, മദ്യനയത്തിൽ കോഴ ചേർത്തു. എന്നിട്ട് ജനങ്ങളെ കണ്ണുപൊടിയിട്ട്, വീട്ടമ്മമാരെ കണ്ണുപൊടിയിട്ട് വോട്ട് നടത്താൻ ശ്രമിക്കുക. മദ്യനയം കൊണ്ട് ഉദ്ദേശിച്ച പ്രയോജനമില്ല എന്ന് വസ്തുതാപരമായി ചൂണ്ടിക്കാണിക്കാം. എനിക്ക് അക്കാര്യത്തിൽ തർക്കമില്ല. ഞാനും അത് ചൂണ്ടിക്കാണിച്ചല്ലോ. LDF അധികാരത്തിൽ വന്നാൽ പൂട്ടിയ ബാറുകൾ തുറക്കില്ല എന്ന് പറയുന്നു സീതാറാം യെച്ചൂരി. UDF സർക്കാർ എടുത്ത ഒരു നടപടിയും പിൻവലിക്കില്ല എന്ന് പറയുന്നു. അപ്പോഴും സ്പെസിഫിക്കായി നേരത്തെ ഫാദർ ചോദിക്കുകയുണ്ടായി, 10% വീതം ബെവ്കോ ഔട്ട്ലെറ്റുകൾ പൂട്ടുന്ന കാര്യം LDF അധികാരത്തിൽ വന്നാലും ഓരോ വർഷവും തുടരുമോ എന്ന്. ഇങ്ങനെ വളരെ കൃത്യമായി ഓരോരോ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്നതാണ് ചെയ്യുക എന്ന് പറയാൻ കഴിയുന്നുണ്ടോ LDFന്? അവിടെയാണ് വ്യക്തത വേണം എന്ന് സുധീരൻ ഇന്നലെയും ആവശ്യപ്പെട്ടത്. തീർച്ചയായിട്ടും പറയാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമാണല്ലോ ഇപ്പം ഇവരുടെ ഈ നിലപാട്. മാത്രമല്ല, മദ്യലഭ്യത കുറക്കാൻ, ഇവർ ഭരിച്ചിരുന്ന കാലത്തുള്ളതിനേക്കാൾ മദ്യലഭ്യത കുറക്കാൻ ഞങ്ങൾ നടപടികൾ കൈക്കൊള്ളും. അങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ കട്ടാണല്ലോ അഭിലാഷേ, കാര്യങ്ങൾ വ്യക്തമാണല്ലോ. UDF കേരളം വെച്ച് 5 കൊല്ലം ലഭിച്ചിരുന്ന മദ്യത്തേക്കാൾ കുറവ് മദ്യമേ കേരളത്തിൽ ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് ലഭിക്കുന്ന നിലപാടെടുക്കൂ എന്നാണല്ലോ അതിൻ്റെ പച്ചമലയാളം. അതോടൊപ്പം ഇനി യഥേഷ്ടം മദ്യം ലഭിച്ചാലും ഒരു പൗരന് എനിക്ക് ഈ മദ്യം വേണ്ട, ഞാൻ മദ്യപിക്കില്ല എന്ന മനസ്സ് സൃഷ്ടിക്കാൻ ഞങ്ങൾ ഇടപെടും. അങ്ങനെ ഞങ്ങൾ ഇടപെട്ടതുകൊണ്ടാണ് 2006-11 കാലത്ത് ഞങ്ങൾ ബോധവൽക്കരണത്തിന് വേണ്ടി ചെലവഴിച്ച തുക കൊണ്ട് കുടി നിർത്തിയ ഒരാളെ ചൂണ്ടിക്കാണിക്കാനാകുമോ എന്ന് DYFI മറ്റുമൊക്കെ നേരത്തെ തന്നെ LDF പറയുന്ന മദ്യവർജനം എന്ന ക്യാമ്പയിൻ നടത്തിയിരുന്നുവല്ലോ. നിങ്ങളുടെ ക്യാമ്പയിൻ കൊണ്ട് കൂടി നിർത്തിയ ഒരാളുടെ പേര് പറയാമോ? ക്യാമ്പയിൻ കൊണ്ട് മദ്യപാനം, മദ്യാസക്തി കുറക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു തർക്കം വേണ്ടതില്ല. മദ്യാസക്തിയുടെ വിപത്ത് ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ബോധവൽക്കരണത്തിന് വേണ്ടി അഭിലാഷ് നേരത്തെ ഇടപെട്ടുകൊണ്ട് ഒന്നും കൂടി ആവർത്തിക്കുക, ഞങ്ങളുടെ ഭരണകാലത്ത് ചെലവഴിച്ച തുകയുടെ 1/5 പോലും മദ്യാസക്തിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന് വേണ്ടി ഇവർ ചെലവഴിച്ചിട്ടില്ല. അതിൽ നിന്നും തന്നെ ഇവരുടെ കള്ളക്കളി വ്യക്തമാണ്. ഇവരുടെ കള്ളക്കളി വ്യക്തമായത് കൊണ്ടാണ് KPCC പ്രസിഡന്റ് പോലും ഒരു പ്രഷർ കുക്കറിലെ സേഫ്റ്റി വാൾവായി മാറുന്നത്. അത് വ്യക്തമാണ്. ഫാദർ ജിമ്മി പൂച്ചക്കാട്ടിൽ, ഇവിടെ ഒരു തുള്ളി മദ്യം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കൂടുതലായി ഉണ്ടാകില്ല എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതും താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. സീതാറാം യെച്ചൂരി മാത്രമല്ല അക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം നമ്മൾ സ്വാഭാവികമായും വിചാരിക്കേണ്ടത് ഇപ്പോൾ എടുത്തിട്ടുള്ള നടപടികളെല്ലാം തുടരും എന്നുള്ളതാണ്. കൂടുതലായി മദ്യവർജനം എന്ന ആശയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ക്യാമ്പയിൻ ആകാം ഉദ്ദേശിക്കുന്നത്. അക്കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. നമ്മൾ ഇക്കാര്യത്തിൽ LDFനെ മുൻവിധിയോടുകൂടി കാണേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മദ്യവർജനം, മദ്യനിരോധനം എന്ന് പറയുന്നതിനെ നമ്മൾ രണ്ടായിട്ട് കാണണം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വയ്ക്കരുത്. അതായത് ഒരു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവരുടെ നിലപാടുകളാണ്. ആ നിലപാടുകളാണ് കൃത്യതയോടെ വ്യക്തമാക്കാൻ. ഒരു പാർട്ടിയോടല്ല ഞാനിത് പറയുന്നത്. നമ്മൾ കേരള സംസ്ഥാനത്ത് മദ്യനയത്തെ സംബന്ധിച്ച് കൃത്യതയാർന്ന, വ്യക്തതയാർന്ന ഒരു നയം, ഒരു നിലപാട് നിങ്ങൾ വ്യക്തമാക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. അത് ഈ ഒരു പ്രശ്നത്തെപ്പറ്റി മാത്രമല്ല കേട്ടോ. ഇപ്പോൾ സംസ്ഥാനത്ത് ഇലക്ഷൻ നടക്കാൻ പോണത് മദ്യനയത്തെ പറ്റിയുള്ള ഒരു റെഫറൻഡം ഒന്നും മാത്രമല്ലല്ലോ. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ മലയോര കർഷകരുടെ പ്രശ്നങ്ങളുണ്ട്, കർഷകരുടെ പ്രശ്നങ്ങളുണ്ട്, മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ഒരു പൊളിറ്റിക്സ്, രാഷ്ട്രീയം പറയുന്നതോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ അതീതമായി നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു അവസരമാണ് ഒരു എലക്ഷൻ എന്ന് പറയുന്നത് പൗരബോധമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഒരു അവസരത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു പൊതുവായൊരു പ്രഖ്യാപനത്തെക്കാൾ ഉപരി, ഒരുപക്ഷെ ഞങ്ങൾ ഇത് വന്നാൽ ഒരു തുള്ളി പോലും എടുക്കില്ല, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ നമുക്കത് വിശ്വസിക്കാം, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വിശ്വസിക്കാതിരിക്കേണ്ട. പക്ഷേ അവിടെ കൃത്യതയാർന്ന ചില നിലപാടുകൾ നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ വളരെ പ്രധാനമായിട്ട് കാണേണ്ട ഒരു കാര്യം. തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുൻപ് എല്ലാവരും നയവ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ, BJPയുടെ നയം മദ്യനിരോധനമാണോ മദ്യവർജനമാണോ? അധികാരത്തിലെത്തുക എന്നുള്ള സാധ്യത വിദൂരമായിക്കോട്ടെ, പക്ഷേ എന്നാലും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഓരോ വിഷയങ്ങളിലും ഞങ്ങളുടെ നിലപാട് ഇതാണ് എന്ന് പറഞ്ഞു പോകുന്നതാണല്ലോ ഭംഗി. കേരളത്തിൽ സമ്പൂർണ്ണ മദ്യനിരോധനം വേണമെന്ന അഭിപ്രായം BJPക്കുണ്ടോ? പക്ഷേ കേരളത്തിൽ
ഈ മദ്യ ഉപഭോഗം ഈ നിലയിൽ മുന്നോട്ട് പോകാൻ പാടില്ല എന്ന കാര്യത്തിൽ ആർക്കാ സംശയം? ഞാനിവിടെ നയം പറയാം. ഇവിടെ ബഹുമാനപ്പെട്ട ഫാദർ പറഞ്ഞ അഭിപ്രായം, ആ അഭിപ്രായം കഴിഞ്ഞ ഒട്ടേറെ ദശാബ്ദങ്ങളായി കേരളത്തിൽ എങ്ങനെ നടപ്പായി എന്ന് പരിശോധിക്കാനുള്ള ഒരവസരമാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. AK ആന്റണി നിരോധിച്ച ചാരായം ആ ചാരായത്തിന് കളറ് ചേർത്ത് വിറ്റു എന്നതിൽ കവിഞ്ഞ് അതിനുശേഷമുള്ള ഭരണ സംവിധാനം രണ്ട് മുന്നണിയും മാറി മാറി വന്നിട്ട് ഇവിടെ ഒരു മാറ്റവും വന്നിട്ടില്ല. ഏതായാലും അതിൽ നിന്നും വ്യത്യസ്തമായി ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവന് സംരക്ഷണം ഉറപ്പുവരുത്തുന്ന തരത്തിൽ മദ്യം ഉണ്ടാക്കുന്ന വിപത്ത്, ആ വിപത്ത് ജനങ്ങളിൽ നിന്ന് തടയാനുതകുന്ന ഇച്ഛാശക്തിയുള്ള നിലപാടായിരിക്കും ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി പ്രഖ്യാപിക്കുന്ന സമീപനം നടപ്പാക്കാൻ എല്ലാ കാലത്തും സാധിച്ചിട്ടുണ്ട്, നടപ്പാക്കാറുണ്ട്. കഴിഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ആ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ആ നിലയ്ക്ക് ഗുജറാത്തിൽ ഇദ്ദേഹം പറഞ്ഞ ഗുജറാത്തിൽ സമ്പൂർണ്ണ മദ്യനിരോധനം എന്നൊക്കെ ഇവിടെ പറഞ്ഞല്ലോ. ഇന്ന് ഇന്ത്യയിൽ വ്യാജ മദ്യ ലോബിയുടെ തലസ്ഥാനമായി അറിയപ്പെടുന്ന സംസ്ഥാന ഗുജറാത്ത്. ഇല്ലെന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ? വ്യാജ മദ്യ ലോബിയുടെ തലസ്ഥാനമായി അറിയപ്പെടുന്ന സംസ്ഥാനമായി ഗുജറാത്ത് മാറുന്നു. ഗുജറാത്തിലെ നിങ്ങളുടെ നയം എന്തുകൊണ്ട് നിങ്ങളുടെ മറ്റ് സംസ്ഥാനങ്ങൾ നിങ്ങൾ നടപ്പിലാക്കുന്നില്ല, നിങ്ങളുടെ സർക്കാരുകളുടെ സ്ഥലത്ത്? അപ്പോൾ BJP ഇതിനകത്തുള്ള നിലപാട് എന്ത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വ്യാജ മദ്യ ലോബിയുടെ തലസ്ഥാനമാണ് ഗുജറാത്ത്. അല്ല, വ്യാജ മദ്യ ലോബിയെ നിയന്ത്രിക്കാൻ ഗവൺമെന്റിന് തീർച്ചയായിട്ടും കഴിയും, നിയന്ത്രിക്കുന്നുണ്ട്. ആ പ്രദേശത്ത് വ്യാജമദ്യ ദുരന്തമൊന്നും ഉണ്ടായിട്ടില്ല. കേരളത്തിലാണ് ആ ദുരന്തമുണ്ടായത്. ഈ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ച് നിങ്ങൾ പ്രചരിപ്പിച്ചിട്ട് കാര്യമില്ല. മദ്യനിരോധനം യഥാർത്ഥത്തിൽ നടപ്പാക്കാനുള്ള സമീപനം ഇന്നിവിടെ UDF ഗവൺമെന്റിനില്ല. മദ്യവർജനം എന്ന് പറയുന്ന LDFന്റെ പ്രഖ്യാപനം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തട്ടിപ്പാണ്. രണ്ടിൽ നിന്നും വ്യത്യസ്തമായി ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഈ നാടിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു മദ്യ നയമാണ് ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പ്രഖ്യാപിക്കാൻ പോകുന്നത്. വ്യക്തമാണ്. ശ്രീ അനിൽ ബോസ്, ഇന്നിപ്പോൾ VM സുധീരൻ ഈ കാര്യങ്ങൾ പരിശോധിക്കുമെന്നും മദ്യനയത്തിൽ വെള്ളം ചേർക്കാൻ അനുവദിക്കില്ല എന്നും പറയുകയുണ്ടായി. ഇതിപ്പോൾ സർക്കാരിൻ്റെ നയത്തിന് അനുസൃതമായ അനുമതിയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ VM സുധീരനോ കോൺഗ്രസ് പാർട്ടിക്കോ സർക്കാരിനോട് ഇനി കൊടുക്കരുത് എന്നോ കൊടുത്തവ പിൻവലിക്കണം എന്നോ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി പാർട്ടി എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള വിപ്ലവകരമായ ഈ മദ്യനിരോധനം സമ്പൂർണ്ണമായി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യത്തോടു കൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇത് ചെറിയൊരു കാര്യമായി ഇതിനെ കാണരുത്, ഇതിനെ പറഞ്ഞ് നമ്മൾ ചെറുതാക്കരുത്. 712 ബാറുകൾ അടച്ചുപൂട്ടുകയും 10% ബിവറേജ് ഔട്ട്ലെറ്റുകൾ പൂട്ടുകയും ചെയ്തതിനു ശേഷം അത് 10 വർഷം കൊണ്ട് ഘട്ടം ഘട്ടമായി സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് പോവുക എന്ന ലക്ഷ്യമാണ് ഇവിടെ ഉള്ളത്. ഇതിലേതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ശ്രദ്ധിക്കപ്പെടേണ്ടതായ വിഷയങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായും അത് പരിശോധിക്കപ്പെടുക തന്നെ ചെയ്യും. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ വ്യക്തവും സുദൃഢവുമായ അഭിപ്രായം കേരളത്തിൽ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുക എന്നത് തന്നെയാണ്. അതിനാവശ്യമായി ഇനി മദ്യവർജനത്തിനാവശ്യമായ ക്യാമ്പയിൻ കൂടി ശക്തമാക്കേണ്ടതുണ്ട്. അതിന് ഒരു ജനകീയ കൂട്ടായ്മ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിൽ ഉയർന്നു വരണമെന്ന് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മദ്യനയം ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങളുടെ മദ്യനയം എന്ത് എന്ന് ചോദിച്ച് LDFനെ ആദ്യ റൗണ്ടിൽ പ്രതിരോധത്തിലാക്കിയ മുഖ്യമന്ത്രിക്ക് പുതുതായി 6 ബാറുകൾ അനുവദിച്ചത് എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പ്രയാസപ്പെടേണ്ടി വരുമോ എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കാണാനാവുക. നിശ്ചയമായും LDF ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഉപയോഗിക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ മുഹമ്മദ് റിയാസ്, ഫാദർ ജിമ്മി, ശ്രീ B രാധാകൃഷ്ണ മേനോൻ, ശ്രീ അനിൽ ബോസ്.